മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതത്തിലെ സായുധ സേനയോട് ഏറ്റവും അധികം കാലം ഭാരതം ഭരിച്ച കോൺഗ്രസ് ചെയ്ത ചതിയെക്കുറിച്ച് അജിത് ഡോവൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബ്രേവ് ഇന്ത്യ എന്നുള്ളതിൽ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മലയാളം ന്യൂസായിട്ടും ഈ ന്യൂസായിട്ടും കൊടുത്തിട്ടുണ്ട്. അതിൽ ലിങ്കുമുണ്ട്. അതിൻ്റെ ടൈറ്റിൽ ഇതാണ്: ഇന്ത്യൻ സായുധ സേനയോട് കോൺഗ്രസ് ചെയ്തത് വലിയ ചതി, വെളിപ്പെടുത്തലുമായി അജിത് ഡോവൽ. അതില് ചുവട്ടില് ഇത് ഷെയർ ചെയ്യുക, ലോകമറിയേണ്ട സത്യമാണിത് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് എങ്ങനെ ഇന്ത്യയെ ദുർബലമാക്കി എന്ന സത്യം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്നു. 1950 ഒരു ആയുധ നിർമ്മാണശാല പോലും ഇല്ലായിരുന്ന ചൈന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ നിർമ്മാതാവായി മാറിയത് ചൂണ്ടിക്കാട്ടി ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ കോൺഗ്രസ് സർക്കാരുകളുടെ വഞ്ചന വിശദീകരിച്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ പ്രസംഗം. സ്വാതന്ത്ര്യം കിട്ടി 70 വർഷം പിന്നിട്ടിട്ടും ചൈന പോലുള്ള രാജ്യങ്ങൾക്കെതിരെ ഒരു എതിരിടലിന് നമ്മൾ 100 തവണ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾക്ക് ശക്തിയില്ലാത്തത് കൊണ്ടോ ധൈര്യമില്ലാത്തത് കൊണ്ടോ അല്ല, മറിച്ച് മുൻ സർക്കാർ നമ്മുടെ പ്രതിരോധ മേഖലയുടെ കഴിവ് കുറയ്ക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യൻ പ്രതിരോധ മേഖല ലോകത്തിൽ 4ാം സ്ഥാനത്തായിരുന്നിട്ടും ചൈനയ്ക്കെതിരെ ഒരു നിലപാടെടുക്കാൻ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നത് കഴിഞ്ഞ 60 വർഷങ്ങളായി കോൺഗ്രസ് സർക്കാരുകൾ ചെയ്തത് കോൺഗ്രസ് സർക്കാർ ചെയ്ത ചതിയുടെ ഫലമാണെന്ന് അജിത് ഡോവൽ ആരോപിക്കുന്നു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 60 വർഷമായി സംഭവിക്കുന്നത് ചതി മാത്രമാണ്. 1945-46 രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടൻ, ജപ്പാൻ, US പോലും സാങ്കേതിക സഹായത്തിനായി ഇന്ത്യൻ എയർക്രാഫ്റ്റ് കാരിയേഴ്സിനെയും യുദ്ധവിമാനങ്ങളെയും ആശ്രയിച്ചിരുന്നു. ഈ സമയത്ത് ഇന്ത്യയും UK സംയുക്തമായി 25 എയർക്രാഫ്റ്റ് യൂണിറ്റുകൾ തുടങ്ങിയിരുന്നു. ഇത് ഇന്ത്യക്ക് വലിയ ലാഭം ഉണ്ടാക്കിയതായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഈ യൂണിറ്റുകൾ ലോകത്തിലെ തന്നെ പ്രതിരോധ സാമഗ്രി നിർമ്മാണത്തിലെ ഏറ്റവും വലിയ ഹബ്ബായി മാറിയിരുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി നെഹ്റുവിന് മറ്റ് താല്പര്യങ്ങൾക്കായിരുന്നു പ്രാധാന്യം. രാഷ്ട്രീയത്തിലും വോട്ട് ബാങ്കിലും പ്രതിരോധ മേഖലയെ സൈഡ് ലൈൻ ചെയ്യുകയും പകരം ജാതി മത വോട്ട് ബാങ്കുകളെ മുൻനിരയിലെത്തിക്കാനുമാണ് നെഹ്റു ശ്രമിച്ചത്. മുഴുവൻ പ്രതിരോധ മേഖലയും സർക്കാർ അവഗണിക്കുകയാണ് ഉണ്ടായത്. ബഹിരാകാശ മേഖലയിലും മിസൈൽ ടെക്നോളജി, എയർക്രാഫ്റ്റ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ മറ്റു മാർഗമില്ലാത്തതിനാൽ ഇവിടെ വിടുകയാണ് ഉണ്ടായത്. ഇതായിരുന്നു ഇന്ത്യക്കുണ്ടായ ഏറ്റവും വലിയ പരാജയത്തിന് കാരണമായത്. അന്നു മുതൽ നമ്മൾ പ്രതിരോധ ഉപകരണങ്ങൾ പുറത്തുനിന്ന് വാങ്ങുവാൻ തുടങ്ങി. നമ്മുടെ പ്രതിരോധ നിർമ്മാണ മേഖല മോശം അവസ്ഥയിലെത്തിയതോടുകൂടി 9 mm പിസ്റ്റൾ വരെ നമ്മൾ യുഗോസ്ലാവിയയിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി. എയർക്രാഫ്റ്റ്, മിസൈൽസ്, കപ്പൽ, യുദ്ധ ടാങ്കറുകൾ, തോക്കുകൾ, റൈഫിളുകൾ എല്ലാം നമ്മൾ പുറത്തു നിന്നും വാങ്ങാൻ തുടങ്ങി. പ്രതിരോധ മേഖലയിലെ കോൺഗ്രസ് സർക്കാരിന്റെ പരാജയം നിസ്സാരമല്ല. അവർക്ക് താല്പര്യമില്ല എന്നത് മാത്രമല്ല, മറിച്ച് യുദ്ധസാമഗ്രികൾ വാങ്ങിക്കുന്നതിലൂടെ നേതാക്കൾക്ക് നല്ല ലാഭമുണ്ടാക്കി തുടങ്ങി. ആയിരക്കണക്കിന് കോടി രൂപയാണ് ഓരോ കരാറിലൂടെയും കോൺഗ്രസുകാർ ലാഭമുണ്ടാക്കി. ഇതിന് മാത്രമായിരുന്നു കോൺഗ്രസുകാർക്ക് ഉണ്ടായിരുന്നത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി, ബോഫേഴ്സ് അഴിമതി, ഓർഡിനൻസ് ഫാക്ടറി അഴിമതി, ജീപ്പ് അഴിമതി, ബ്രൈബ് അഴിമതി, ട്രക്ക് അഴിമതി എന്നീ പ്രതിരോധ മേഖലയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ അഴിമതി നടത്തിയതിന് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. യുദ്ധസാമഗ്രികൾ വാങ്ങുന്നതിനായി വലിയ ചിലവുണ്ടെന്ന് മാത്രമല്ല, സാമഗ്രികളുടെ ഉപയോഗത്തിനായി വലിയ നിയന്ത്രണവും ഉണ്ടായി. വാങ്ങുന്ന രാജ്യങ്ങളുടെ സൗഹൃദ രാജ്യങ്ങൾക്കുമേൽ ഈ യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് ഇന്ത്യക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തി. ഇനി യുദ്ധോപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി വലിയ തുകയാണ് ഇന്ത്യക്ക് ചെലവാക്കേണ്ടി വന്നത്. എന്നാൽ മറുവശത്ത് 1950കളിൽ ഒരു നിർമ്മാണ യൂണിറ്റ് പോലും ഇല്ലാത്ത ചൈന ഇന്ന് ഏറ്റവും കൂടുതൽ യുദ്ധസാമഗ്രികൾ നിർമ്മിക്കുന്ന രാജ്യമായി മാറി. ആണവ ആയുധ നിർമ്മാണ രംഗത്തും മിസൈൽ സാങ്കേതിക വിദ്യയിലും നിപുണരായ 2 ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരുടെ മരണവും വലിയ ചോദ്യചിഹ്നമാണ്. ഡോക്ടർ ഹോമി ജെ ഭാഭ, വിക്രം സാരാഭായ് എന്നിവരുടെ മരണകാരണം ഇന്നും ദുരൂഹമായി തുടരുകയാണ്. ഹോമി ഭാഭ 1966 വിമാനാപകടത്തിലും 1971 സാരാഭായ് ദുരൂഹ സാഹചര്യത്തിലുമാണ് മരിച്ചത്. ഈ മരണങ്ങളിൽ ശാസ്ത്രീയ അന്വേഷണം പോലും സർക്കാർ നടത്തിയിട്ടില്ല. പിന്നീട് വാജ്പേയിയുടെ ഭരണകാലത്താണ് ആയുധ നിർമ്മാണ രംഗത്ത്
ശ്രദ്ധ പതിപ്പിക്കുന്നത്. എല്ലാ തലത്തിലും ചൈന 50 വർഷം കൊണ്ട് ഒന്നാമതെത്തിയപ്പോൾ ഇന്ത്യ അവസാന സ്ഥാനത്തേക്ക് പതിക്കുകയായിരുന്നുവെന്നും അജിത് ഡോവൽ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. പ്രസംഗത്തിന്റെ വീഡിയോയുടെ ലിങ്ക് http://braveindianews.com/ പിന്നെ നമ്പറും ഉണ്ട്. അത് ഇതിന്റെ ചുവട്ടിൽ കൊടുക്കാം. ഭാരതത്തെ തകർക്കാനും തളർത്താനും വരൾച്ചയിലൂടെ നയിക്കാനും വേണ്ടിയിട്ട് ഒരു ഭരണകൂടം 60 വർഷം ഒരു കുടുംബത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്നു. ലോക നേതാവാകാൻ ആഗ്രഹിച്ച നെഹ്റു ലോകത്തിന്റെ കാര്യം ശ്രദ്ധിച്ചപ്പോൾ ഭാരതത്തിന്റെ കാര്യം മറന്നുപോയി. ശരിക്കും സർദാർ വല്ലഭായ് പട്ടേലിനെ നമ്മുടെ കാശ്മീരിന്റെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് അയ്യങ്കാരെ ഏൽപ്പിക്കുന്നതിന് പകരം ഏൽപ്പിച്ചിരുന്നു എങ്കിൽ ഇന്ന് കാശ്മീരിന്റെ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ആവശ്യമില്ലാതെ പഞ്ചാബികളെ പ്രോത്സാഹിപ്പിച്ചതാണ് പഞ്ചാബിൽ ഖാലിസ്ഥാൻ മൂവ്മെന്റ് ഉണ്ടാവാൻ കാരണം. ഇന്ന് നാഗാലാൻഡും മിസോറാമും അതുപോലെയുള്ള ത്രിപുരയും എല്ലാം മതപരിവർത്തനത്തിന്റെ കൂത്തരങ്ങായി മാറാൻ കാരണം നെഹ്റു അവിടെ ചെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സംസ്കാരം ഉണ്ടാവും, നിങ്ങളുടെ സംസ്കാരം ഭാരതീയ സംസ്കാരം അല്ലാത്തതിനാൽ അവിടെ ഭാരതീയ സംസ്കാരം അടിച്ചേൽപ്പിക്കില്ല, നിങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ അനുവാദമുണ്ടെന്ന് പറഞ്ഞതാണ് നാഗാ കലാപകാരികളും മിസോ കലാപകാരികളും എല്ലാം ഉണ്ടാവാൻ കാരണം. ഈ ഭാരതത്തിനെതിരെ പ്രവർത്തിച്ച ഏറ്റവും നീചവും നികൃഷ്ടവും നിന്ദ്യവുമായ വാക്കുകളും പ്രവൃത്തികളും ചെയ്തൊരു വ്യക്തിയുടെ തലമുറയാണ് ഇന്നും ഭാരതത്തിന് പലരും ഉറ്റുനോക്കുന്നത്. അത് നെഹ്റുവിന് ശേഷം, ഇന്ദിരാഗാന്ധിക്ക് ശേഷം, രാജീവ് ഗാന്ധിക്ക് ശേഷം, ഇറ്റലിക്കാരിയായിട്ടുള്ള ഭാര്യയ്ക്ക് ശേഷം മന്ദബുദ്ധിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയിലേക്ക് വരെ ഒരു വിഭാഗം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാഷ്ട്രത്തിനെതിരെ ഇവരൊക്കെ ചെയ്തതും കൂടി അറിയണം. അജിത് ഡോവലിനെ പോലെയുള്ളവര് ഇവരുടെയൊക്കെ കൂടെ പ്രവർത്തിച്ചിരുന്നവരാണ്. അവരൊക്കെ വെളിപ്പെടുത്തുന്ന സത്യം ഭാരതത്തിന്റെ വേദനാജനകമായിട്ടുള്ള വസ്തുതയാണെന്ന് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ കോൺഗ്രസ്സുകാരനും അറിയണം, ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും എല്ലാം പുറകെ പോകുമ്പോൾ എന്താണ് അവരെ യഥാർത്ഥത്തിൽ ചെയ്തത്, ഈ രാഷ്ട്രദ്രോഹത്തിന്റെ ആഴം എത്രയാണ്. പുറത്തുനിന്ന് ചൈനയും പാകിസ്ഥാനും ഭാരതത്തെ ആക്രമിക്കുന്നതിനേക്കാൾ നീചവും നിന്ദ്യവും വേദനാജനകവുമാണ് അകത്തുള്ള ഭരണാധികാരികൾ തന്നെ ഭാരതത്തെ നശിപ്പിച്ചത്. അതിന് ഉത്തമ ഉദാഹരണമാണ് ശ്രീ AK ആന്റണി. ഡിഫൻസ് മിനിസ്റ്റർ ആയതോടുകൂടി ഭാരതത്തിന്റെ ഡിഫൻസ് പ്രതിരോധ ശക്തി 0-ലേക്ക് എത്തിയ മാതിരിയായി. അദ്ദേഹം നല്ല മനുഷ്യനും കൈക്കൂലി വാങ്ങിക്കാത്തവനുമായിരുന്നിരിക്കാം. അദ്ദേഹത്തിലൂടെ മറ്റാരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതിനാണ് ഓഡിറ്റ് റിപ്പോർട്ട് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നേരത്തെ സൂചിപ്പിച്ചത്. ഏതായാലും ഇന്നെങ്കിലും ഭാരതം സ്വയം പര്യാപ്തതയിലേക്ക് പോകുന്നു എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, അഭിലഷിക്കാം. ഒരു വിഭാഗത്ത് മഹാഗഡ്ബന്ധനിലൂടെ ഭാരതത്തെ തളർത്താൻ വീണ്ടും ശ്രമിക്കുമ്പോൾ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഉജ്ജ്വലമായിട്ട് മുന്നേറുന്ന ആ മഹാശക്തി ഭാരത മാതാവിന്റെയും യോഗീശ്വരന്മാരുടെയും ശക്തി ഇനിയും ഭാരതത്തിൽ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.